CMRL മാസപ്പടി കേസിൽ വീണ തൈക്കണ്ടിയിലിന് വീണ്ടും സമൻസ് അയച്ച് ED. ബുധനാഴ്ച കൊച്ചി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം. ED ആവശ്യപ്പെട്ട രേഖകൾ അഭിഭാഷകർ വഴി ഹാജരാക്കാമെന്ന വീണയുടെ നിർദ്ദേശം തള്ളിയാണ് വീണ്ടും സമൻസ് നൽകിയത്. അന്വേഷണത്തിൽ നിന്ന് എത്ര ഒളിച്ചോടാൻ ശ്രമിച്ചാലും തെളിവുകൾ വീണയ്ക്ക് എതിരാണെന്ന് SFIO കേസിലെ പരാതിക്കാരൻ ഷോൺ ജോർജ് പറഞ്ഞു. വൈദ്യപരിശോധനാ വിവരങ്ങളടക്കം വെച്ച് വീണ നൽകിയ ഇമെയിലിൻ്റെ അടിസ്ഥാനത്തിലാണ് ചോദ്യം ചെയ്യലിന് 5 ദിവസം കൂടി സാവകാശം നൽകി ബുധനാഴ്ച വീണ്ടും ഹാജരാകാൻ സമൻസ് നൽകിയത്. തിങ്കളാഴ്ചയോടെ കേസിലെ സുപ്രധാന രേഖകൾ SFIO EDക്ക് കൈമാറും. CMRLൻ്റെ എതിർപ്പ് മറികടന്നായിരുന്നു കോടതി ഉത്തരവ്. CMRLും വീണയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളുടെ 134 രേഖകളാണിത്. 2.78 ലക്ഷം രൂപ വേതനമായി ലഭിച്ചതിന് കരിമണൽ കമ്പനിക്ക് വീണയുടെ കമ്പനി നൽകിയ പ്രത്യേക സേവനം എന്താണെന്നതിലാണ് വിശദീകരണം നൽകേണ്ടി വരിക. കൂടാതെ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ നൽകിയ വായ്പയിലും കൃത്യമായി ഉത്തരം നൽകേണ്ടി വരും. ചോദ്യം ചെയ്യൽ നീട്ടിക്കൊണ്ടുപോകാനാണ് വീണയുടെ നീക്കമെന്നും ഇനിയും കോടതിയെ സമീപിച്ചേക്കാമെന്നും SFIO കേസിലെ പരാതിക്കാരൻ ഷോൺ ജോർജ് പറഞ്ഞു. വീണയെ ചോദ്യം ചെയ്യുന്നതിന് മുന്നോടിയായി കരിമണൽ കമ്പനിയുടെ ഡയറക്ടർമാർ, ചീഫ് ഫിനാൻസ് ഓഫീസർ അടക്കമുള്ളവരെ ചോദ്യം ചെയ്യും. ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ സുരേഷ് കുമാറിൻ്റേതടക്കമുള്ള മുൻമൊഴികൾ വീണയ്ക്ക് എതിരാണ്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. ശരി, പറയും എന്താ ഇങ്ങനെ പ്ലാൻ? കിച്ചൺ വർക്ക്സും ഇന്റീരിയർ വർക്ക്സും നമുക്ക് നല്ലൊരു ടീമിനെ ഏൽപ്പിക്കണം. പിന്നെ ഫർണിച്ചർ സുനിതയിൽ നിന്ന് എടുക്കാം. അവിടെ ആകുമ്പോ എല്ലാ മോഡൽ ഫർണിച്ചറും അവൈലബിൾ ആണ്. മോഡേൺ വേണമെങ്കിൽ മോഡേൺ, ട്രഡീഷണൽ വേണമെങ്കിൽ ട്രഡീഷണൽ. ഇനിയിപ്പോ ഇമ്പോർട്ടഡ് ഫർണിച്ചർ വേണമെങ്കിലോ അതും സുനിതയിലുണ്ട്. ചേട്ടാ, ഫർണിച്ചർ സുനിതയെന്നാണെങ്കിൽ മോഡുലർ കിച്ചണും ഇന്റീരിയർ വർക്ക്സും അവരെ തന്നെ ഏൽപ്പിച്ചാ പോരെ? അതിനവർ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ഒരു വീടിന്റെ മുഴുവൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ്ഡ് ആൻഡ് എക്സ്പീരിയൻസ് ടീമും സ്വന്തമായ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റും ഉണ്ട് സുനിതയ്ക്ക്. ഇപ്പോൾ ഏത് ജനറേഷന്റെയും ഫേവറേറ്റ് സുനിത ഫർണിച്ചർ,